എല്ലാവർക്കും സ്റ്റഡി ട്രാവൽസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദിയുടെ ജബ് ഗാന്ധിജിക്ക് ഖടി ചോരി ചലി ഗയി എന്ന പാഠഭാഗത്തെ ഡയറിയും പിന്നെ കുറച്ച് വ്യാകരണങ്ങളുമാണ്. സർവനാമവും ഇതിനോട് ചേർന്ന് പരസർഗങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന രൂപങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. സർവനാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മേ, തു, ആപ്, വഹ്, കോയി, യഹ്, വേ, യേ, ഹം, തും, കുച്ച്, കോൻ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പേരുകൾക്ക് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതായത് പേരുകൾക്കോ വസ്തുക്കൾക്കോ ഒക്കെ പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സർവനാമം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഒരാളെ പേര് വിളിച്ച് സംബോധന ചെയ്യുകയാണെങ്കിൽ ഇപ്പം രാം എന്നാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. രാം, നീ എവിടെ പോയി? രാം, നീ കഴിച്ചോ? രാം, നീ ഇന്ന് പോകുന്നുണ്ടോ? ഇങ്ങനെ എപ്പോഴും പേരെടുത്ത് പറയാതെ ഒരു പ്രാവശ്യം പേരുപയോഗിച്ചതിന് ശേഷം തൂന്നോ, തൂ കബ് ജായക, നീ എപ്പോൾ പോകും, നീ വരുന്നുണ്ടോ, നീ കഴിക്കുന്നുണ്ടോ, അങ്ങനെ നമ്മൾ സംബോധന ചെയ്യാൻ നമ്മൾ നീ ഉപയോഗിക്കും. അത് അങ്ങനെ ഉപയോഗിക്കുന്ന ഹിന്ദിയിൽ അങ്ങനെ ഈ മേ, തു, ആപ് ഒക്കെ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഒരു പ്രാവശ്യം പേര് പറഞ്ഞു കഴിഞ്ഞ് ആ പേരിനെ സൂചിപ്പിക്കാൻ വേണ്ടി വീണ്ടും ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതിനാണ് സർവനാം എന്ന് പറയുന്നത്. അതായത് വാക്യത്തിൽ ഒരേ പദം വീണ്ടും വീണ്ടും പ്രയോഗിക്കുന്നത് അഭംഗിയാണ്. അത് ഒഴിവാക്കുന്നതിന് നാം സർവനാമങ്ങൾ ഉപയോഗിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സർവനാമം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനോട് ചേർന്ന് പരസർഗ്, അതായത് വിഭക്തി പ്രത്യയം ചേരുമ്പോൾ പുതിയ വാക്കുകൾ ഉണ്ടാകുന്നു. ഇനി അതേപ്പറ്റി നോക്കാം. പരസർഗ അഥവാ വിഭക്തി പ്രത്യയങ്ങൾ ഹിന്ദിയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ക, കെ, കി, മേ, സേ, കോ, പർ, നെ, കേലിയെ ഇവയൊക്കെയാണ് പരസർഗ വാക്ക് വിഭക്തി പ്രത്യയങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഒരു വാക്കിൻ്റെ കൂടെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നാമത്തിൻ്റെയോ സർവനാമത്തിൻ്റെയോ കൂടെ ചേർക്കുമ്പോൾ പുതിയൊരു വാക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെ ഇത് ചേർത്ത് കഴിയുമ്പോൾ ആ വാക്യത്തിന് കൃത്യമായൊരു അർത്ഥം നൽകും. പിന്നെ ഒരേ നാമത്തിന് ഒരു വാക്കിന് മറ്റൊരു വാക്കുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഹ്, വഹ്, യേ, ബേ മുതലായ വാക്കുകൾ സർവനാമങ്ങളായ അങ്ങനെയുള്ള വാക്കുകൾ, അത് വെച്ചിട്ടുള്ള വാക്കുകളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സർവനാമങ്ങളായ വഹ്, യഹ്, ബേ, യേ. അതായത് വഹിൻ്റെ അർത്ഥം എന്താണ്? അവൻ, അവൾ, അത്, ആ. യഹിൻ്റെ എന്താണ്? ഇവൾ, ഇവൻ, ഇത്, ഈ. അടുത്ത വേ, അവർ, അവ, അദ്ദേഹം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ, ഇവ, ഇദ്ദേഹം. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടായേക്കുന്നത് നമുക്ക് നോക്കാം. വഹ് പ്ലസ് ക, അത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? വഹ് പ്ലസ് ക. അപ്പോൾ ഉണ്ടാകുന്ന വാക്ക് ഏതാണ്? ഉസ്ക. യഹ് പ്ലസ് ക, ഇസ്ക. യേ പ്ലസ് ക, ഇൻക. വേ പ്ലസ് ക, ഉസ്ക. സർവനാമവും അതിനോടൊപ്പം ക എന്ന പരസർഗം ചേർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള വാക്കുകളാണ് ഇവ. ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ഇസ്ക മേ നിഹിത് സർവനാം കോൻസാ ഹേ. അതായത് ഇസ്ക എന്ന് പറയുന്ന വാക്കിൽ നിഹിത് ഉൾപ്പെട്ടിട്ടുള്ള സർവനാം കോൻസാ ഹേ, സർവനാമം ഏതാണ്? അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. വഹാണോ, യഹാണോ, വേ ആണോ, യേ ആണോ, ഇതേത് ചേരുമ്പോഴാണ് എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് കാണാതെ പഠിച്ചു വയ്ക്കാൻ എളുപ്പമുള്ളൊരു മാർഗം, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണിത്. ഇത് പഠിച്ച് മനസ്സിൽ ഉറപ്പിച്ച് വയ്ക്കാൻ ഒരു കോഡാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അതാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഉസ് എന്ന ശബ്ദം. അതായത് ഉസ് എന്ന ശബ്ദം സൗണ്ട് വന്നു കഴിഞ്ഞാൽ അത് വഹിനെ സൂചിപ്പിക്കുന്നു. ഇസ് എന്ന സൗണ്ട് യഹിനെ സൂചിപ്പിക്കുന്നു. ഉൻ എന്ന സൗണ്ടിലാണ് തുടങ്ങുന്നതെങ്കിൽ വേയാണ്. ഇൻ എന്ന സൗണ്ടാണെങ്കിൽ എ ആണ്. അത് നമുക്ക് വിശദമായിട്ട് നോക്കാം എങ്ങനെയാണെന്ന്. വഹ് എന്ന സർവനാമിനോട് ഖ എന്ന പ്രത്യയം ചേരുമ്പോൾ, വിഭക്തി പ്രത്യയം ചേരുമ്പോൾ ഉണ്ടാകുന്ന വാക്കാണ് ഉസ്ക. വഹ് പ്ലസ് സേ ആണ് ഉസുസേ. വഹ് പ്ലസ് കോയാണ് ഉസ്കോ. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഉസ് എന്ന സൗണ്ടോട് കൂടിയാണ്. നോക്കാം അങ്ങനത്തെ കുറച്ച് വാക്കുകൾ. ഉസ്ക, ഉസ്കെ, ഉസ്സെ, उसको, उसने,
ഉസ്സേ, ഉസ്കേ ലിയേ, ഉസ്കി, ഉസ് പർ, ഉസ്മേ. ഇതിൻ്റെ എല്ലാം സ്റ്റാർട്ടിങ് ഉസ് എന്ന സൗണ്ടിലാണ് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഉസ് എന്ന അക്ഷരത്തിലാണ് ഇതെല്ലാം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഉസ് എന്ന സൗണ്ടിൽ ആരംഭിക്കുന്ന എല്ലാ വാക്കുകളുടെയും സർവ്വനാമം ഏതായിരിക്കും? വഹ് ആയിരിക്കും. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കേണ്ടതാണ്. ഉസ് എന്ന സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകളുടെ എല്ലാ സർവ്വനാമം വഹ് ആയിരിക്കും. വഹ് പ്ലസ് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വിഭക്തി പ്രത്യേകം ചേരുന്നതായിരിക്കും. വഹ് ഇനി നോക്കുക. വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് സെ ഉസ്സേ, ഇങ്ങനെയാണ് വരുന്നത്. ശ്രദ്ധിക്കുക. ഉസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളുടെയും സർവ്വനാമം വഹ് ആയിരിക്കും. അതായത് ഉസ്ക എന്ന് തന്നിട്ട് അതിൻ്റെ അകത്ത് സർവ്വനാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണടച്ചെഴുതാം. വഹ് കൂട്ടിയായിരിക്കും. വഹും അതിന് ശേഷം വരുന്ന പ്രത്യേകം കായാണെങ്കിൽ ക, ഉസ്കെന്നാണെങ്കിൽ കെ ആണ്. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും രണ്ടാമത്തെ അക്ഷരം ഏതാണെന്ന്. ഉസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളുടെയും സർവ്വനാമം എന്ന് പറയുന്ന വഹ് ആയിരിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതാൻ എളുപ്പമുണ്ടല്ലോ. വഹ് എന്നാണ് എഴുതേണ്ടത്. ഉസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളാണെങ്കിൽ അതിൻ്റെ സർവ്വനാമം ചോദിച്ചു കഴിഞ്ഞാൽ വഹ് ചേർത്ത് എഴുതണം. അടുത്തത് നോക്കാം ഇനി. ഇസ്ക, ഇസ്നെ, ഇസ്കോ, ഇസ്സേ, ഇസ്മേ, ഇസ്പർ, ഇസ്കെ, ഇസ്കി, ഇസ്സേ, ഇസ്കേ ലിയേ. ഈ ഇസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളുടെ സർവ്വനാമം ഏതായിരിക്കും? യഹ് ആയിരിക്കും. നോക്കാം. യഹ് പ്ലസ് കോ ഇസ്കോ അല്ലെങ്കിൽ ഇസേ. യഹ് പ്ലസ് സെ ഇസ്സേ. യഹ് പ്ലസ് പർ ഇസ്പർ. ഇതുപോലെ യഹ് എന്ന വാക്കിൻ്റെ കൂടെ ബാക്കി വിഭക്തി പ്രത്യയങ്ങളെല്ലാം ചേർന്ന് വന്നിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇസ് പ്ലസ് ക ഇസ്ക, ഇസ് പ്ലസ് നെ ഇസ്നെ, ഇസ് പ്ലസ് കോ ഇസ്കോ, ഇസ് പ്ലസ് സെ ഇസ്സേ, ഇസ് പ്ലസ് മേ ഇസ്മേ, ഇസ് പ്ലസ് പർ ഇസ്പർ, ഇസ് പ്ലസ് കെ ഇസ്കെ. എന്താണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്ന ഇസ് എന്ന സൗണ്ടിലാണ് ഈ വാക്കുകളെല്ലാം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളുടെയും സർവ്വനാമം എങ്ങനെയായിരിക്കും വരിക? യഹ് ആയിരിക്കും. അതായത് ഇസ്ക, ഇസ്ക, ഇസ്നെയൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? സർവ്വനാമം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടത്? യഹ് ആണ്. അതായത് ഇസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്ന എല്ലാ വാക്കുകളുടെയും സർവ്വനാമം വരുന്നത് യഹ് ആയിരിക്കും. ഓർത്തു വയ്ക്കുക. ഇസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ എല്ലാ സർവ്വനാമം ഏതാണ്? യഹ് ആണ്. ഇനി അടുത്തത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്നതൊക്കെ വഹ് ആയിരിക്കും. ഇസ് എന്ന സൗണ്ടിൽ ആരംഭിക്കുന്നതൊക്കെ സർവ്വനാമം വരുന്നത് യഹ് ആയിരിക്കും. അടുത്തത് നമുക്ക് ഉൻഹോനെ, ഉൻകി, ഉൻകെ, ഉൻകോ, ഉൻപർ, ഉൻമേ, ഉൻഹേ, ഉൻസേ, ഉൻകേലിയെ. ഇതെല്ലാം ആരംഭിച്ചിരിക്കുന്ന ഏത് സൗണ്ടിലാണ്? ഉൻ എന്ന സൗണ്ടിലാണ്. അതായത് ഉൻ എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ എല്ലാ സർവ്വനാമം വരുന്നത് വേ ആയിരിക്കും. ഉൻ എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ എല്ലാ സർവ്വനാമം വരുന്നത് വേ ആയിരിക്കും. അതായത് വേ എന്ന സർവ്വനാമിനോട് ക എന്ന് പ്രത്യേകം ചേർന്നപ്പോഴാണ് ഉൻക എന്ന വാക്കുണ്ടായത്. വേ പ്ലസ് ക ഉൻക, വേ പ്ലസ് സെ ഉൻസെ, വേ പ്ലസ് മേ ഉൻമേ, വേ പ്ലസ് കോ ഉനെ അല്ലെങ്കിൽ ഉൻകോ. മനസ്സിലായല്ലോ? അപ്പോൾ ശ്രദ്ധിക്കുക. ഉൻ എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ എല്ലാ സർവ്വനാമം വരുന്നത് വേ ആയിരിക്കും. ഉൻഓനെ, ഉൻകി, ഉൻകെ. സൗണ്ട് കിട്ടിയല്ലോ? ഉൻ എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെ എല്ലാ സർവ്വനാമം വേ ആയിരിക്കും. ഉസിൻ്റേത് എന്താണ്? വഹാണ്. ഇസ് സൗണ്ടിൽ തുടങ്ങുന്നതൊക്കെ യഹാണ്. ഉൻ എന്ന സൗണ്ടിൽ തുടങ്ങുന്നതൊക്കെ വേ ആണ്. ഇനി അടുത്തത് ഇൻഹോനെ, ഇൻകോ, ഇൻഹെ, ഇൻസെ, ഇൻക, ഇൻകെ, ഇൻകി, ഇൻമേ, ഇൻപർ. ഇതിൻ്റെ എല്ലാ സൗണ്ട് ഏതാണ്? ഇൻ എന്നാണ് സൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. ഈ വാക്കുകളുടെയൊക്കെ സർവ്വനാമമായിട്ട് വരുന്നത് എ ആയിരിക്കും. അതായത് നമ്മൾ മുന്നേ പഠിച്ചതുപോലെ ഇൻ സൗണ്ടിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കാം. എ പ്ലസ് കോ, ഇൻകോ അല്ലെങ്കിൽ ഇനെ. എ പ്ലസ് മേ, ഇൻമേ. എ പ്ലസ് ക, ഇൻക. ഇതുപോലെ എ എന്ന സർവ്വനാമിനോട് ബാക്കി വിഭക്തി പ്രത്യയങ്ങളൊക്കെ ചേരുമ്പോഴാണ് ഈ വാക്കുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടതും പഠിക്കേണ്ടതും എന്താണ്? ഇൻ എന്ന സൗണ്ടിൽ തുടങ്ങുന്ന വാക്കുകളുടെയൊക്കെ സർവ്വനാമം വരുന്നത് എ ആയിരിക്കും.
അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയായിരിക്കുമെന്നും പറഞ്ഞ്. നമുക്ക് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇസ്ക മേം, ഇസ്ക എന്ന വാക്കിൽ ഇസ്കായിൽ നിഹിത് സർവനാം കോൻസാ ഹേ, ഉൾപ്പെട്ടിരിക്കുന്ന, നിഹിത് എന്ന് പറഞ്ഞാൽ ഉൾപ്പെട്ടിരിക്കുന്ന സർവനാം ഏതാണ്? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇസ്ക, അതിൻ്റെ സൗണ്ട് ഏതാണ്? ഇസ് എന്ന സൗണ്ടിലാണ് തുടങ്ങുന്നത്. ഇസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്നത് ഏതായിരിക്കും? യെസ്, യഹ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? യഹ്. യഹ് പ്ലസ് കായാണ് ഇസ്ക എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, ഉസ്ക എന്ന വാക്കാണെങ്കിൽ, ഉസ്ക എന്ന വാക്കാണെങ്കിൽ ഏതായിരിക്കും വരിക? ഉസ് എന്ന സൗണ്ടിൽ തുടങ്ങുന്നത് വഹ് ആണ്. അപ്പോൾ ഉസ്ക എന്ന വാക്കിൻ്റെ സർവനാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് എഴുതേണ്ടത്? വഹ് ആണ്. അപ്പോൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഉസ്, വഹ്, ഈസ്, യഹ്, ഉൻ, വേ, ഇൻ, എ. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വയ്ക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണേലും 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും പരീക്ഷയ്ക്ക്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. ഇപ്പോഴത്തേക്ക് മാത്രമല്ല, എല്ലാ കാലത്തും ഉപകാരപ്പെടുന്നതാണ്. ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. വ്യാകരണം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഇനി നമുക്ക് ഡയറി നോക്കാം. ജബ് ഗാന്ധിജി കി ഖടി ചലീഗി എന്ന പാഠഭാഗത്തെ ഡയറിയാണ് നമുക്ക് ആക്ടിവിറ്റിക്കകത്ത് തന്നിരിക്കുന്നതാണ്. നോക്കാം. മാൻലേ ഗാന്ധിജി കെ സാത്ത് കി പഹലി മുലാഖാത്ത് കെ ബാരമേ, അതായത് ഗാന്ധിജിയുടെ കൂടെയുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയെപ്പറ്റി വൈസ്രോയി ഡയറി ലിഖി, ഡയറി എഴുതി. വഹ് ഡയറി ലിഖോ, ആ ഡയറി നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡേറ്റ് ഇടണം, പിന്നെ ദിവസം ഇടണം. 1/4/1946 ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് എഴുതാവുന്നതാണ്. ഗാന്ധിജി സെ ആജ് മുലാഖാത്ത് ഹുയി, ഗാന്ധിജിയുമായിട്ട് ഇന്ന് കൂടിക്കാഴ്ച നടന്നു. ഭാരത് കെ മഹാൻ നേതാ ഗാന്ധിജി, ഭാരതത്തിൻ്റെ മഹാനായ നേതാവാണ് ഗാന്ധിജി. മേനെ സംജാ ഗയാക്കി, എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാന്ധിജി സെ ബാത് കിയാ ബഹേർ, ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരത് മേ കുച്ച് നഹി കിയാ ജാ സക്ത, ഭാരതത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇസ്ലിയെ മേനെ ഉന്നെ ചായ പർ ബുലായ, ഇസ്ലിയെ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ചായ പർ ബുലായ, ചായ സൽക്കാരത്തിന് വിളിച്ചു. ഉൻകെ ലിയെ ടണ്ട കമറ ഔർ ബഡ ഖാന ക ഇന്തിജാം കിയ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി തണുത്ത മുറിയും വലിയ ആഹാരങ്ങളുമൊക്കെ തയ്യാറാക്കി വെച്ചു. ലേക്കിൻ എന്നാൽ, ഉനോനെ അദ്ദേഹം കൂളർ ബന്ദ് കർണേ കോ കഹ, കൂളർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. മുറി തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന കൂളർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഫിർ ഉദാസ് ഹോക്കർ കഹാക്കി, അത് കഴിഞ്ഞിട്ട് ഉദാസ് ഹോക്കർ കഹ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? രാസ്തേമേം വഴിയിൽ, റെയിൽ ഗാഡിമേം തീവണ്ടിയിൽ, കിസിനെ മേരി ഖടി ചുരാലി, ആരോ എൻ്റെ വാച്ച് മോഷ്ടിച്ചു. അവർ ഗാന്ധിജി അഫ്സോസ് മേ ഡൂബ് ഗയ, ഇത് പറഞ്ഞിട്ട് ഗാന്ധിജി ഭയങ്കര ദുഃഖത്തിലായി. ലേക്കിൻ എന്നാൽ, മുജെ സമജ് മേ നഹി ആയാക്കി, എനിക്ക് മനസ്സിലായില്ല. ഏക്ക് പുരാനി ഖടി കേലിയെ, ഒരു പഴയ വാച്ചിന് വേണ്ടി ഇത്തന അഫ്സോസ് ക്യോം ഹോ രഹാ ഹെ, ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിതനാകുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ജബ് നാസ്തേക്ക് ബാരിയായി, അതിനുശേഷം ഭക്ഷണം കഴിക്കേണ്ട സമയമായി. तो ഹമാര ബഡ ഹാന, ആദ്യം തന്നെ അവർ പറഞ്ഞിരുന്നു ഞാൻ വലിയ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. ആ ബഡ ഹാന നാ സ്വീകാർ കർക്കെ, അദ്ദേഹം അത് സ്വീകരിച്ചില്ല. ഉനോനെ അദ്ദേഹം ഏക് ഡിബ്ബെ മേ ബക്രി ക ദൂദ് സെ ബന ദഹി ലാഹ് ഖായ, അദ്ദേഹം ഒരു ഡബ്ബയ്ക്കകത്ത് ആടിൻ്റെ പാല് കൊണ്ടുണ്ടാക്കിയ ദഹി, എന്താണ് നമ്മുടെ തൈര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിച്ചു. ഇതിനെ ബഡേ ആദ്മി ഹോനെ പർ, ഇത്രയും വലിയ ആളായിട്ടും സരൾ ജീവൻ ചാഹത്തെ ഹെ, അദ്ദേഹം ലളിതമായ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്. ബേ അപ്പനെ ജീവൻ സെ, അദ്ദേഹം തൻ്റെ ജീവിതം കണ്ട് ദൂസരോം എന്നുള്ള വാക്ക് ഒന്നിച്ചുള്ളതാണ്. ഇവിടെ രണ്ടായിട്ട് വന്നിരിക്കുന്നത്. ദൂസരോം എന്ന് ഒന്നിച്ചെഴുതേണ്ടതാണ്. ദൂസരോങ്കോ മറ്റുള്ളവർക്ക്, മാർക്ക് ദിഹാത്തെ, അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മാതൃക കാണിച്ചിരുന്നു. സാദഗി കപ്പാട് ഉൻഹോനെ മുझे भी സിഖായ, ലാളിത്യത്തിൻ്റെ ഒരു പാഠം അദ്ദേഹം എന്നെയും പഠിപ്പിച്ചു. ചെറിയ രീതിയിലാണ് ഞാൻ ഈ ഡയറി എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആവശ്യത്തിന് വലിയ പാരഗ്രാഫായിട്ടൊക്കെ എഴുതാവുന്നതാണ്.
നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വ്യാകരണങ്ങളിലൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.